ഹലോ നമസ്കാരം. ഈ അടുത്ത് ഞാൻ യൂട്യൂബിലൊരു പഴയൊരു മലയാള സിനിമ കാണാനിടയായി. 1990-ലാണ് ഈ പടം ഇറങ്ങിയത്. ഈ പടത്തിൻ്റെ പേര് കാട്ടുകുതിര. തിലകനാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. തിലകനെ കൂടാതെ ഇന്നസെൻറ്റ്, കുതിരവട്ടം പപ്പു, കവിയൂർ പൊന്നമ്മ, കെ.പി.എസ്.സി ലളിത. കെ.പി.എസ്.സി ലളിതയൊക്കെ വളരെ എന്താ പറയുക, പുള്ളിക്കാരത്തി അതിനകത്ത് കിടന്ന് ആറാടുകയാണ്. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ അഭിനയം അതിനകത്ത് കാണാൻ. പിന്നെ പി.ജി. വിശ്വംഭരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കാർണിവലിൽ പ്രവാചകൻ, പിന്നെ പുത്തൂരും പുത്രി, ഉണ്ണിയാർച്ച, അങ്ങനെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ പുള്ളിക്കാരൻ, ഏഴുമുന്നത്തരകൻ എന്നൊക്കെയുള്ള ഒരുപാട് നല്ല അടിപൊളി പടങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ്. സാധാരണ ടി വി വരുന്ന എല്ലാ സിനിമയും ഞാൻ കാണുന്നതായിരുന്നു ആ സമയങ്ങളിൽ. പക്ഷേ എന്തോ അത് മിസ്സായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത് ഞാൻ ആ പടം കണ്ടു. നല്ലൊരു പടമാണ് കേട്ടോ. എന്തൊരു ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഐത്തത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നൊരു പടമാണ്. കൊച്ചുവാവ എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരനൊരു താഴ്ന്ന ജാതിയിൽപ്പെടുന്നൊരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ തെങ്ങ് ചെത്ത് തൊഴിലാളിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കൊച്ചുവാവയുടെ അച്ഛൻ ഗോകുലത്തിലെ തമ്പ്രാട്ടിയുമായിട്ട് ഇഷ്ടത്തിലല്ല, ഒരു ചെറിയൊരു ക്രഷ് അടിക്കുന്നു, കാണാൻ പോകുന്നു. അത് മറ്റേ അവിടുത്തെ ഗോകുലത്തിലെ ആൾക്കാർ കാണുന്നു. പുള്ളിക്കാരനെ വെട്ടിക്കണ്ടിച്ച് തെങ്ങിൻ ചോട്ടിലിടുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ടെൻഷനായ ചെറിയ കൊച്ചുവാവ പിന്നെ വലുതായിട്ട് പിന്നെ പ്രതികാരം ചെയ്യുന്നതാണ്. വലുതാകുന്ന സമയത്ത് വലുതാകുന്ന കാര്യം നല്ല രീതിയിൽ, അതായത് ലോകമൊക്കെ ഇറങ്ങിയ സമയത്ത് ഗ്രാഫിക്സിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് പഴയകാലമാണ്, അതുകൊണ്ട് ചിത്രം വരച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് തെങ്ങെത്താൻ പോകുന്നതായിട്ടൊരു ഒരു പിക്ചർ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് മറ്റേ കള്ളച്ചാരായം ഉണ്ടാക്കുന്നു, ചാരായം ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്നു. പിന്നെ കുറേ കള്ളുഷാപ്പുകൾ ലീസിനെടുക്കുന്നു, കുറേ കള്ളുഷാപ്പുകൾ വാങ്ങുന്നു. അങ്ങനെ വലിയൊരു സ്ഥലത്തെ പ്രധാന പുള്ളിയാവും പുള്ളിക്കാരൻ പ്രധാന ഒരു അബ്കാരിയാവും. പിന്നെ എന്താ പറയുക, ഈ രാഷ്ട്രീയക്കാരെ വാങ്ങാൻ വരെയുള്ള കാശ് പുള്ളിക്കാരനുണ്ട്. അത്രയും വലിയൊരു പണക്കാരനാവും ആൾ. ഇനി കൂടുതലായിട്ട് ഞാൻ കഥ പറയുന്നില്ല. അപ്പോൾ ഇനി കൊച്ചുവാവ നേരിടുന്ന ചില കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഇതിൻ്റെ കമൻസൊക്കെ വായിച്ച് നോക്കിയപ്പം ഇതൊരു പണ്ടൊരു നാടകമായിരുന്നു. ഈ നാടകത്തിനകത്ത് ഈ കൊച്ചുവാവയായിട്ട് അഭിനയിച്ചിരുന്നത് രാജംബി ദേവ് ആണെന്ന് ഞാൻ അറിയുകയുണ്ടായി കമൻറ്റിൽ നിന്ന് കേട്ടോ. ബാക്കി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പഴയ നാടകം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടിയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, മറ്റേ ഇഡ്ഡലി കടയ്ക്കകത്ത് പറയില്ലേ, ശിവനേശൻ്റെ ഇഡ്ഡലിൻ്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞ പോലെ. അതായത് രാജംബി ദേവ് ചെയ്തു വെച്ച കൊച്ചുവാവേൻ്റെ അത്ര ഈ സിനിമയിലെ തിലകന് വരാൻ പറ്റിയില്ല എന്നൊക്കെ ചില കമൻറ്റുകൾ കണ്ടായിരുന്നു. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, യോജിക്കുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.